ഗൾഫ് ഗാർഡന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് ചെറിയ ഉള്ളി. പക്ഷെ എന്നാൽ വീട്ടമ്മമാർക്ക് ചെറിയ ഉള്ളി വളർത്തിയെടുക്കാനുള്ള ധൈര്യമില്ല. ഇതൊന്നും നമ്മുടെ വീട്ടിൽ പിടിക്കില്ല എന്നൊരു മുൻധാരണയാണ് ശരിക്കും വീട്ടമ്മമാർക്കുള്ളത്. എന്നാൽ ഒരു തവണയെങ്കിലും ചെറിയ ഉള്ളി കൃഷി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയ ഉള്ളി കൃഷി ചെയ്യാൻ എത്ര എളുപ്പമാണെന്നും വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലെന്നും ക്ലൈമറ്റ് ചേഞ്ചസ് ഒന്നും തന്നെ ഇതിനെ അഫക്റ്റ് ചെയ്യില്ല എന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ചെറിയ ഉള്ളി വളരെ എളുപ്പമാണ് നമ്മുടെ വീടുകളിൽ വളർത്താൻ. അതുപോലെ തന്നെ വളരെ ലാഭകരമായ ഒരു കൃഷി കൂടിയാണ് ചെറിയ ഉള്ളി കൃഷി. ഒരു ചെറിയ ഉള്ളി നട്ടാൽ മതി അതിൻ്റെ ചുവട്ടിൽ 10ഉം 15ഉം ചെറിയ ഉള്ളികൾ ഉണ്ടായിട്ട് നമുക്കത് വിളവെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് വളരെ ലാഭകരമായിട്ട് നമുക്ക് എങ്ങനെ ചെറിയ ഉള്ളി കൃഷി ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഷോപ്പിൽ നിന്നും ചെറിയ ഉള്ളി മേടിക്കുമ്പോൾ ഇതുപോലെ മുളച്ച ഉള്ളികൾ നിങ്ങൾക്ക് കിട്ടാറില്ലേ? ഇത് മാത്രം മതി നമുക്ക് ചെറിയ ഉള്ളി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് മുളച്ച ഉള്ളി ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ ഉള്ളി മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉള്ളി മുളപ്പിച്ചെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതുപോലെ ഷോപ്പിൽ നിന്നും മേടിച്ചിട്ട് വന്ന ഉള്ളി എടുക്കുക. എന്നിട്ട് അതിനെ നമുക്കൊന്ന് കുതിർത്തെടുക്കണം. ഇപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ താഴത്ത് കാണുന്ന ഭാഗം വേര് വരുന്ന സ്ഥലമാണ്. അപ്പോൾ താഴെയല്ല കട്ട് ചെയ്യേണ്ടത്, മുകൾ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കും. മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ദിവസം വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് വേര് വരുന്നതായിട്ട് കാണാൻ കഴിയും. അതിനുശേഷം നമുക്കിത് മണ്ണിലേക്ക് മാറ്റി നടാം. ഏകദേശം 6 മണിക്കൂറാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. 6 മണിക്കൂറിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഉള്ളി വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുക. പിന്നെ ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമുക്ക് വേര് മുളച്ച് വരുന്നത് കാണാൻ കഴിയുന്നത്. ഇപ്പം ഇത് ഒരു ദിവസം പുറത്ത് വെച്ച കുതിർത്ത ഉള്ളിയാണ്. ഇപ്പം ഇത് കണ്ടില്ലേ, ഇതിൽ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മണ്ണിലേക്ക് മാറ്റി നട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മുളച്ചു വന്ന ഒരു ഉള്ളി മതി നമുക്ക് ഒരുപാട് ചെറിയ ഉള്ളികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരൊറ്റ ഉള്ളിയുടെ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് 10ഉം 15ഉം ചെറിയ ഉള്ളി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ചെറിയ രീതിയിൽ മണ്ണ് നീക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി നട്ടു കൊടുക്കാം. മുളച്ചു വന്ന ഉള്ളികൾ നട്ടു കൊടുക്കാം. ഈ മുളച്ചു വന്ന ഭാഗം മണ്ണിന് മുകളിൽ വരത്തക്ക വിധം വേണം നമ്മൾ ചെറിയ ഉള്ളി നട്ടു പിടിപ്പിക്കാൻ. വേര് മുളപ്പിച്ചതാണ് നമ്മൾ നടുന്നതെങ്കിൽ വേര് താഴ്ഭാഗത്ത് മണ്ണിൽ തട്ടുന്ന വിധത്തിൽ വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഉള്ളിക്കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മണ്ണിൽ വളം ആഡ് ചെയ്തതിന് ശേഷം നട്ടു കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളി വളർന്നു വരുന്ന സമയത്ത് ഇടയ്ക്ക് വളം ചേർത്തും കൊടുക്കാം. വളമായിട്ട് ചാണകം മാത്രം കൊടുത്താൽ മതിയാകും. നന്നായിട്ട് ഉള്ളി പിടിക്കുന്നതാണ്. നല്ല കൊലയായിട്ട് നമ്മുടെ ഈ ഓരോ ഉള്ളിയുടെ ചുവട്ടിലും നിറയെ ചെറിയ ഉള്ളി പിടിക്കുന്നതാണ്. അതിനായിട്ട് പ്രത്യേകിച്ച് വേറെ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചാണകവും വെള്ളവും മാത്രം മതിയാകും. നന്നായിട്ട് നമുക്ക് ഉള്ളി പിടിച്ച് കിട്ടുന്നതാണ്. ഇത് ഉള്ളി പിടിച്ചു വരാൻ തുടങ്ങിയതാണ്. ഉള്ളിയുടെ വളർച്ച ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ലീവ്സ് ഒക്കെ മുകളിലേക്ക് വരുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിയുടെ തണ്ട് മുറിച്ച് ഫ്രൈഡ് റൈസിലും നൂഡിൽസിലും ഒക്കെ ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഒനിയനായിട്ടും യൂസ് ചെയ്യാം. ഉള്ളി ചുവട്ടിൽ പിടിച്ചു വരാൻ ഏകദേശം 2-3 മാസം എടുക്കും. അപ്പോൾ അതുവരേക്കും നമുക്ക് ഉള്ളിയുടെ തണ്ട് തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഉള്ളി വിളവെടുക്കാൻ സമയമാകുമ്പോൾ മണ്ണിന് മുകളിലേക്ക് തെളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമുക്ക് വിളവെടുക്കാം. വളരെ ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് കേട്ടോ ചെറിയുള്ളി കൃഷി. ഒരു ചെറിയ ഉള്ളി നട്ടാൽ നമുക്ക് അതിൽ നിന്ന് നിറയെ ചെറിയ ഉള്ളികൾ കിട്ടും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടുന്നതിൽ എത്രയോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വീണ്ടും നട്ട് വളർത്താൻ തോന്നും. അപ്പോൾ പരീക്ഷിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടാവും. ശരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് വീണ്ടും ഉള്ളി കൃഷി ചെയ്യാനായിട്ടും തോന്നും. കൃഷി ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന വളരെ എളുപ്പമായിട്ടുള്ള ഒന്നാണ് ചെറിയ ഉള്ളി കൃഷി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കിട്ടുക. നമുക്ക് വീണ്ടും കൃഷി ചെയ്യാൻ തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.